Ellie's Learning, one dream, one team. ചെറുപ്പത്തിൽ സ്കൂളിൽ ചേരാൻ ചെല്ലുമ്പോൾ തൊട്ട് നമ്മൾ കാണുന്ന ഒരു കോളമുണ്ട്. നീ ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ, അതേ മുസ്ലിമാണോ? അന്നത് വലിയ കാര്യമായിട്ടെടുത്തില്ല. പക്ഷെ ആ ചോദ്യം നമ്മൾ പോലും അറിയാതെ നമ്മളിലൊരു മതിലിൻ്റെ പണി തുടങ്ങിയായിരുന്നു. ആ മതിൽ ഉയർന്നു വന്നത് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ച കുഞ്ഞു കുഞ്ഞു സൗഹൃദങ്ങളുടെ നടുവിലായിരുന്നു. അതൊന്നും കാര്യമാക്കാതെ പലതവണ കൂട്ടുകൂടാൻ ശ്രമിച്ചപ്പോഴും വേറെ ജാതിയാണ്, കൂടെ കൂട്ടാൻ കൊള്ളാത്തവരാണെന്നൊക്കെ പറഞ്ഞ് ഭൂരിഭാഗം ആൾക്കാരെ പോലെ എൻ്റെ മാതാപിതാക്കൾ ആ മതിലേൽപ്പ് ഉയർത്തി കിട്ടി. അപ്പുറത്തെ ആളുകളുടെ സന്തോഷവും സങ്കടവും ഒന്നും കാണാതെ ഞാൻ എന്നിലേക്ക് ഒതുങ്ങി. ഞാൻ വളർന്നു, അതോടൊപ്പം മതിലും. അന്ന് ഞങ്ങളുടെ നാട്ടിലൊരു മഴ പെയ്തു. മഴയല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ. സന്തോഷത്തോടെ ഞാൻ ഓടി മുറ്റത്തേക്ക് ഇറങ്ങി. കടലും പാടണം കയ്യിൽ തീയറിയണ കണ്ണിൽ നീയറിയണ എന്തേ നാം പൊറിയണ ഒന്നേ നാം അറിയണ ഒന്നായി നാം വളരണ ബിംബേ അവർ തൊലയണ മഴയുടെ ശക്തി കൂടി, വെള്ളം വീണ്ടും ഉയർന്നു. ഞങ്ങൾ ചുറ്റും നോക്കി, രക്ഷിക്കാൻ ആരെയും കണ്ടില്ല. ചൊടിച്ചു കാറ്റു കോടടിച്ചു ചുറ്റിപ്പിടിച്ചു വൃക്ഷങ്ങൾ പറിച്ചെറിഞ്ഞു ഇടിച്ചു സൗധാദികളെ തകർത്തും മുടിച്ചു നാനാവിധമാക്കി ലോകം. ഞൊടിക്കകത്തിക്ഷിതി മണ്ഡലത്തെ പിടിക്കുവാൻ തക്ക മുഴക്കമോടുമിടിക്കുമേലായിടി വെട്ടി വല്ലതടിക്കടിക്കേവനുമല്ലേറ്റി കറുത്തിരുണ്ടങ്ങനെ വാനിലെങ്ങും ചെറുത്തു ചെന്നെത്തിയ മേഘവൃന്ദം നിറുത്തൽ തേടാതതിവർഷമാക്കും പൊറുത്തുകൂടാത്ത വിധം തുടങ്ങി. ഇരച്ചു പെയ്യും മഴ കൊണ്ടുമേമേലരച്ചു തേക്കും പടിശീതമേറി ഒരച്ചിലുണ്ടാക്കിയ പാവ പോലെ മരച്ചു കൊച്ചി കഷണിച്ചു ലോകം. കയർത്തുപേമാരി ചൊരിഞ്ഞ മൂലം രയത്തിലിപ്പാരിടമെങ്ങുമൊപ്പം ഉയർന്നു വെള്ളം നരവംശം അപ്പോൾ ഭയന്നു വല്ലാതെ പരിഭ്രമിച്ചു.
പോകെ പോകെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി ആരും വരില്ലെന്നുറപ്പിച്ച് സ്വയം തോൽവി സമ്മതിച്ച് കൈകൾ ചേർത്ത് പിടിച്ച് കണ്ണുകളിറക്കി ഞങ്ങൾ മരണത്തെ കാത്തു. പിന്നെ അവിടെ കേട്ട ആ ശബ്ദം ഞങ്ങളാരും ഒരിക്കലും മറക്കില്ല. കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താ. ആനനോട് പറഞ്ഞു, ഞങ്ങൾ വലിയ ദുരിതത്തിന്നാ വരുന്നേ, നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന 2 കണ്ണു വെള്ളം ഒഴുക. അതിന്റെ കാലിന്റെ ചോട്ടിൽ നേരം വെളുക്കുന്നവരെ കിടന്നു